ഫൈസൽ കണ്മനം ടിപ്പു സുൽത്താൻ മാല മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളിൽ എന്ന പാട്ടുരൂപത്തിലുള്ള ഒരു കൃതി കാവ്യാത്മകമായി കൊണ്ടുവരുന്നത് വളരെ സന്തോഷകരമാണ്. ടിപ്പു സുൽത്താൻ്റെ ചരിത്രം കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിലുമെല്ലാം തന്നെ അത് മാറ്റി മറിക്കുവാനുള്ള സംരംഭങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്നെല്ലാം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും. ടിപ്പു സുൽത്താൻ്റെ വാട്ടർ മാർക്കിൽ മരിച്ചു വീണ മെയ് 4 തന്നെ പുറത്തിറക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം വാസ്തവത്തിൽ ഇന്ത്യാ ചരിത്രത്തിൽ ഏറ്റവും അധികം മലിനീകരിക്കപ്പെട്ട ഒരു ചരിത്രരചന. അതിൻ്റെ കാരണം കൊളോണിയൽ ഭരണാധികാരികളായിരുന്നു. കൊളോണിയൽ ഭരണാധികാരികൾ മാത്രമല്ല, ടിപ്പു സുൽത്താൻ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികൾ, അതുപോലെയുള്ള ഡോക്ടർമാർ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ചരിത്രകാരനായിട്ടുള്ള കീർമാനി, ഇവരെല്ലാം തന്നെ അദ്ദേഹത്തെ വളരെയധികം തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ചരിത്രരചന നടത്തിയിട്ടുള്ളത്. അവർക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ടിപ്പുവെ കരിവാരി തേച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം എന്തിന് പിടിച്ചെടുത്തു, എന്തുകൊണ്ട് അദ്ദേഹത്തെ മതഭ്രാന്തനായി ചിത്രീകരിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങൾക്ക് പാർലമെൻറ്റിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ചരിത്രകാരന്മാരെ കൊണ്ട് ഏറ്റവും കരിനിഴലായിട്ടാണ് ടിപ്പു സുൽത്താനെ ചിത്രീകരിച്ചിരുന്നത്. അത് ഇന്ത്യൻ ചരിത്രകാരന്മാരിൽ പലരും അതേപോലെ തന്നെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗാന്ധിജി ആയിരുന്നു 1924 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളി അദ്ദേഹമാണെന്ന് ചിത്രീകരിച്ചത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ മാപ്പിളപ്പാട്ടുകളുടെ രൂപത്തിൽ കാവ്യാത്മകമായിട്ടുള്ള പ്രസിദ്ധീകരണം സമൂഹത്തിൻ്റെ താഴേക്കടയിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമത്തിന് വളരെയധികം സന്തോഷമുണ്ട്. ആശംസകൾ നേരുന്നു. പാട്ടുകൾ കലാരൂപമായിട്ട് അവതരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസ നേർന്നുകൊള്ളുന്നു.